ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഒറ്റവെട്ടിന് ആള് തീരണമെങ്കിൽ നല്ല ആരോഗ്യമുള്ള പുരുഷനാവണം. മോക്ക് വിഷമം തോന്നരുത്. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നതാ. എന്താ സർ? ഗിരി ഇന്നലെ 10നും 10:30 എവിടെയായിരുന്നു? സർ, ഗിരീഷിനെ സംശയിക്കുവാണോ? അത് പിന്നെ മോളെ, നിനക്ക് നമ്മുടെ അന്വേഷണ രീതികളൊക്കെ അറിയില്ലേ? പീതാംബരം മരിച്ച സ്ഥിതിക്ക് ആദ്യം അയാളോട് ശത്രുത ഉള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കേണ്ടി വരും. ഗിരി അതിലാദ്യം തന്നെ വരും. നമ്മുടെ സ്റ്റേഷനിൽ തന്നെ ഗിരി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പീതാംബരം പരാതി എഴുതി തന്നിട്ടില്ലേ? അപ്പോ ഗിരിയുടെ മേലുള്ള സംശയം കൂടും. ഗിരിയെ സംശയമുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവൻ കഴിഞ്ഞ രാത്രി എവിടെയാണെന്ന് ചോദിച്ചത്. അവൻ എവിടെയായിരുന്നു? രാത്രി മുഴുവൻ എവിടെയായിരുന്നടാ? അപ്പൊ ഞാൻ സൈറ്റിലായിരുന്നു. കുറെ ജോലികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നോണ്ട് ഫോൺ എടുക്കാൻ പറ്റിയില്ല. സർ, ഗിരീട്ടൻ കാതറിക്കയുടെ കൂടെ സൈറ്റിലായിരുന്നു. സൈറ്റിലായതുകൊണ്ട് എളുപ്പമായി. ഇഷ്ടം പോലെ സാക്ഷികളുണ്ടാവുമല്ലോ. ആരോടെങ്കിലും കാര്യം ചോദിച്ചാ ഗിരി സേഫായി. അല്ല, ബോഡി തിരിച്ചറിയാൻ ആരാ വരുന്നത്? പ്രീതി വരുന്നുണ്ട്. പക്ഷേ ഞാൻ അവളോട് പീതാംബരം മരിച്ച വിവരം പറഞ്ഞിട്ടില്ല. നേരിട്ട് കണ്ട് പറയാന്ന് കരുതി. അതേതായാലും നന്നായി. മഞ്ജു, അച്ഛൻ. അത് പ്രീതി. മോളെ, ഇന്ന് രാവിലെ ഞങ്ങൾക്കൊരു ബോഡി കിട്ടി. അത് പീതാംബരന്റെ ആണോന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. അതാ മോളെ തിരിച്ചറിയാൻ വിളിച്ചത്. മോള് വരും. പ്രീതി, പീതാംബരനോട് ഈ ക്രൂരത ചെയ്തത് ആരാണെങ്കിലും ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. എനിക്കവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരൊന്നും വേണ്ട. കൊല്ലണം. എന്നാലേ അച്ഛനോട് ചെയ്തതിന് പ്രതികാരാവും. പ്രീതി, ഇമോഷണലായിട്ട് ഓരോന്ന് ചെയ്തിട്ട് പിന്നീട് പശ്ചാത്തപിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കരുത്. പ്രീതിക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയൂ. ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. എനിക്ക് പോലീസിന് മേലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു സാറേ. വർഷങ്ങളോളം കേസ് നടത്തിയാലും നീതി ലഭിക്കാൻ സാധ്യത കുറവാ. ഇനി ഞാനായിട്ട് എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ. പ്രീതി, സംശയമുള്ളവരുടെ പേരല്ലേ വേണ്ടത്? എഴുതി തരാം, പോരെ?